ഞങ്ങൾക്കൊന്നിനുമുള്ള കഴിവില്ല കർത്താവേ. കൊമ്പ് മുന്തിരി വഴിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവം പ്രിയ മക്കളോട് കൂടെ ഇരിക്കണം, അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം. അടുത്ത ടൈം അവരത് കാണുമ്പോൾ എന്താണെന്ന് അവർക്ക് സ്വയം തന്നെ വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം കണ്ണുകളെ ദൈവം തുറന്നു കൊടുക്കണം. ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ഹൃദയ ദൃഷ്ടി പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ട്? ഹല്ലേലൂയ. ആഗ്രഹമുണ്ടല്ലേ? സ്വപ്നം കാണുന്നവർ എത്ര പേരുണ്ട്? ചോദിക്കട്ടെ. എല്ലാ ദിവസവും ഞാൻ സ്വപ്നം കാണുന്നുണ്ടെന്നുള്ളവർ. ഏകദേശം എല്ലാവരും തന്നെ കാണുന്നുണ്ട്. സൂസൻ സിസ്റ്റർ പറയാറുണ്ട്, അതെ, എല്ലാവരും കാണുന്നുണ്ട്. സ്തോത്രം. രണ്ടാമത്തെ ചോദ്യം, എത്ര പേർക്ക് അത് ഓർമ്മയിരിക്കുന്നുണ്ട്? എത്ര പേർക്ക് കൈ ഉയർത്തി കാണിക്കാമോ? കാണുന്ന സ്വപ്നങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം, സ്വപ്നം കണ്ട ഉടനെ എഴുന്നേൽക്കുന്നവർ എത്ര പേരുണ്ട്? കൈ ഉയർത്തി കാണിക്കാമോ? എല്ലാവരെയും കാണുന്നില്ല, വീഡിയോ ഉള്ളവരെ കാണാമല്ലോ. കണ്ട് കഴിയുന്ന ഉടനെ ഞാൻ സുമാ സിസ്റ്റർ, ഓക്കെ, കാണുന്ന ഉടനെ ഞാൻ എഴുന്നേൽക്കുന്നു. അപ്പം ഞാൻ 3 കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചത്. സ്വപ്നം കാണുന്നവർ എത്ര പേരുണ്ട്, എത്ര പേർക്ക് ഓർമ്മ നിൽക്കുന്നു, എത്ര പേരാണ് സ്വപ്നം കണ്ട ഉടനെ എഴുന്നേൽക്കുന്നത്? ഈ 3ൻ്റെയും ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ അകത്ത് വേണം, എന്നോട് പറഞ്ഞില്ലെങ്കിൽ. ഹല്ലേലൂയ. നമുക്ക് വ്യക്തമായിട്ടറിയാം കർത്താവ് സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളത്. സ്വപ്നങ്ങൾ ആത്മമണ്ഡലത്തിലെ ഒരു ഭാഷയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് പലപ്പോഴും നമ്മളോട് സംസാരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് സ്വപ്നങ്ങൾ ഉപയോഗിക്കുന്നത്. സ്വപ്നങ്ങൾ 3 തരത്തിലുണ്ടാവാറുണ്ട്. ഒന്ന് ദൈവത്തിൽ നിന്ന്, ഒന്ന് നമ്മുടെ തന്നെ സോളിൽ നിന്ന്, 3 പിശാചിൽ നിന്ന്, പൈശാചിക മണ്ഡലത്തിൽ നിന്ന്. അങ്ങനെ 3 തരത്തിലാണ് സാധാരണ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. എങ്ങനെയെല്ലാമാണ്? ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങൾ, നമ്മുടെ സോളിൽ നിന്ന് തന്നെ നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, നമ്മുടെ മനസ്സ് അല്ലേ, ബോധ മനസ്സ്, അബോധ മനസ്സ്, ഇതിൽ നിന്നെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്വപ്നങ്ങളുണ്ട്. മൂന്നാമത്തത് പൈശാചിക മണ്ഡലങ്ങളുടെ ഇൻഫ്ലുവൻസാൽ പിശാജ് ഒരാളുടെ സോളിൽ അവന് കണക്ഷൻ ഉണ്ടായിരുന്നാൽ അവൻ സ്വപ്നങ്ങളിലൂടെ മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ 3 തരത്തിലാണ് ഒരു മനുഷ്യന് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഏതിന്നാണ് ഞാൻ കാണുന്നത് അല്ലേ? അതെല്ലാം നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിങ്ങനെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കോമൺ ആയിട്ട് ഉള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവരും തന്നെ ഇത് തന്നെ കാണണമെന്നില്ല, എന്നാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയതായിരിക്കും മിക്കവാറും ഒക്കെ എല്ലാവരും കാണുന്നത്. അല്ലാത്തത് നമുക്ക് പരിഹരിക്കാം. അതിൻ്റെ അർത്ഥങ്ങൾ പിന്നെ ഞാൻ പറയാത്ത ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം തരാം. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എല്ലാം അറിയാവുന്ന ഒരാളല്ല ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പാഠശാലയിലിരുന്ന് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ സ്പിരിച്വൽ എൻകൗണ്ടറുകൾ, മറ്റുള്ളവരെ അനേകരുമായി കണക്ട് ചെയ്തപ്പോൾ ലഭിച്ച എൻകൗണ്ടറുകൾ, പിന്നെ പലരിൽ നിന്ന് പഠിച്ചത്, ദൈവം പകർന്നു തന്ന അറിവുകൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. ഇതെല്ലാം 100% ഇത് തന്നെയാണ് അങ്ങനെയൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. കാരണം എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് ദൈവം ആയതുകൊണ്ട് തന്നെ ദൈവത്തെ നമുക്ക് ഈ സ്വപ്നങ്ങൾ വെച്ചൊന്നും അളക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അതിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ കാണുന്നവർ. വെള്ളം ആർക്കെങ്കിലും വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ. ഒരു വെള്ളത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ നിൽക്കുന്ന പോലെ കാണുക, വെള്ളം നിങ്ങളുടെ മീതെ വീഴുന്നത് പോലെ കാണുക, ഒരു നദിയിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന പോലെ കാണുക, ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ. വെള്ളം എപ്പോഴും പരിശുദ്ധാത്മാവിനെ സിംബലൈസ് ചെയ്യുന്ന ഒന്നാണ്. ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കലേക്ക് വരട്ടെ. നിങ്ങൾ ആ വചനം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു പറയുന്നു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കലേക്ക് വരട്ടെ. അങ്ങനെ ഒരു വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ വെള്ളം എപ്പോഴും സിംബലൈസ് ചെയ്യുന്നത്, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സിംബലാണ് വെള്ളമെന്ന് പറയുന്നത്. എന്നാൽ വെള്ളത്തിനകത്ത് ആരോ മുക്കിക്കൊല്ലുന്ന പോലെയൊക്കെ തോന്നുക, അങ്ങനെ സ്വപ്നം കാണുന്നവരുണ്ട്. ഡ്രൗണിങ് എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോകുന്ന പോലെയൊക്കെ കാണുന്നവരുണ്ട്.
അത് ഒരിക്കലും പരിശുദ്ധാത്മാവിൽ നിന്നല്ല. നിങ്ങളൊരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് സ്വപ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയം നമ്മളിൽ ഉണ്ടാകില്ല. ആ സ്വപ്നം കണ്ട് ഭയന്ന് ചാടി വിറച്ചൊന്നും നമ്മൾ എഴുന്നേൽക്കില്ല. എഴുന്നേൽക്കുന്ന സമയത്തും അത് കാണുന്ന സമയത്തും നമ്മൾ ബോൾഡായിരിക്കും. ഹല്ലേലൂയ. അഥവാ ധൈര്യം ചോർന്നു പോയാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉള്ളിൽ നിന്ന് ഉണർത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും, അല്ലെങ്കിൽ ദൂതന്മാർ ധൈര്യപ്പെടുത്തും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ദാനിയേലിന് ദർശനമുണ്ടായപ്പോൾ ദാനിയേൽ തളർന്നു. അപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ വന്ന് ദാനിയേലിനെ തട്ടിയിട്ട് പറഞ്ഞു, പ്രിയ പുരുഷനായ ദാനിയേലേ, ബലപ്പെട്ടിരിക്കുക. അപ്പോൾ പേടിപ്പിക്കുന്ന ഒരാളാണോ ദൈവം? ഒരിക്കലും. നമ്മൾ അതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവ് ഭയത്തിൻ്റെ ആത്മാവല്ല, ദാസ്യത്തിൻ്റെ ആത്മാവല്ല, അത് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ദൈവം മക്കളോട് സംസാരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കാണിക്കുന്നു എന്നതാണ്. അതിലൊരിക്കലും ഭയം നമുക്കുണ്ടാവില്ല. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന പോലെയൊക്കെ കാണുന്നത് തീർച്ചയായും ഒരു സ്പിരിച്വൽ അറ്റാക്കാണ്. ഹല്ലേലൂയ. സ്ഥിരമായിട്ട് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോവുക, വെള്ളത്തിനടിയിൽ വെച്ച് ഭയം ഉണ്ടാകുക, വെള്ളത്തിനടിയിൽ വെച്ച് ആക്രമിക്കുന്ന പോലെയൊക്കെ തോന്നുക, അത് തീർച്ചയായും വാട്ടർ സ്പിരിറ്റ്സ് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയ. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം സ്പിരിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. സുമാ സിസ്റ്ററിന് അറിയാമോ? സിസ്റ്റർ പറഞ്ഞേ, പേര് പറഞ്ഞേ. സിസ്റ്റർക്ക് അറിയാം, അതാണ് പേര് പറയേ. ഓക്കെ, മെർമെയ്ഡ് അല്ല, മറൈൻ സ്പിരിറ്റ്സ് എന്ന് പറയും കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു കിങ്ഡം ഉണ്ട്. അപ്പോൾ വെള്ളത്തിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന പോലെ കാണുക, അതിനകത്ത് സ്വപ്നങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന, മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന, ഭയപ്പെടുത്തുന്ന പോലെയുള്ള സ്വപ്നങ്ങൾ. അപ്പോൾ അല്ലാതെ നമ്മളൊരു വെള്ളച്ചാട്ടം കാണുന്നത്, നമ്മൾ വെള്ളത്താൽ നനയുന്നത്, അതൊന്നുമല്ല. അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു എൻകൗണ്ടറാണ്. ദൈവം നിങ്ങൾക്ക് ഒരു അഭിഷേകം പകരുന്നതാവാം. ഇനി ഓയിൽ അനോയിൻറ്റിങ് സ്വപ്നം കാണുന്നവരുണ്ട്, തലയിലൂടെ എല്ലാം എണ്ണ വരുന്ന പോലെയൊക്കെ, അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ കാണിക്കുന്നു. എന്നാൽ വെള്ളത്തിനടിയിലുള്ള ഭീകരപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, നമ്മളെ ആരോ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന പോലെ തോന്നുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ വെച്ച് ആക്രമിക്കുന്ന പോലെ തോന്നുന്നത്, നിങ്ങളെ വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് ബലം പ്രയോഗിച്ച്, അവിടെയാണ് പ്രശ്നം, ബലത്താൽ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെയൊക്കെ തോന്നുന്നത്, അങ്ങനെയുള്ളതെല്ലാം മറൈൻ സ്പിരിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഈവിൾ റെലത്തിൻ്റെ അറ്റാക്കാണ് നിങ്ങളുടെ ജീവിതത്തിലെന്ന് നമുക്കത് മനസ്സിലാക്കാം. വേറെ ഭയപ്പെടുത്താനല്ല, ഒരു ഡെലിവറൻസ് വേണം, അത്രയേ ഉള്ളൂ അതിനകത്ത്. ഇനി സോൾ റെലത്തിൽ നിന്ന് വെള്ളത്താൽ ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു വെള്ളം കാണുന്നു, നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുന്നു, ഇറങ്ങുന്നില്ല, അത് സോളിൽ നിന്നുള്ള ഒരു സ്വപ്നമാണ്. ഈ വെള്ളത്തെ ഭയമൊക്കെ ഉള്ളവരുണ്ട്, മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ എപ്പോഴെങ്കിലും വെള്ളത്തെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സ്വപ്നം കാണും. വെള്ളം കാണുന്നുകൊണ്ട് ഇറങ്ങുന്നില്ല, പിന്മാറിയൊക്കെ പോകുന്നു. അത് ഏതെങ്കിലും കാലത്ത് നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ ഭയപ്പെട്ടതോ, മുങ്ങിപ്പോകുന്നത് പേടിയുള്ളവരോ, നീന്തൽ അറിഞ്ഞുകൂടാത്തവരോ, അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ഹല്ലേലൂയ. അത് നമ്മുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചില സ്വപ്നങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ എല്ലാത്തിലും അങ്ങനെ ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്കതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫയർ കാണുന്നവരുണ്ട്, തീ കാണുന്നവരുണ്ട്. നിങ്ങളുടെ ചുറ്റും ഒരു തീ മതിൽ പോലെ കാണുന്നത്, അത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. എത്ര പേരങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തി കാണിക്കുക. ശുഭാ സിസ്റ്റർ. തീ കാണുന്നു. 2, ഫയർ ഒരു റിവൈവലിനെ സൂചിപ്പിക്കുന്നു. 3, ഒരു അനോയിൻറ്റിങ്ങിനെ അത് സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എഴുതുന്നവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറയുന്നത് കേട്ടോ. ചില ദേശത്ത് തീ കത്തുന്ന പോലെ കാണുന്നു, നിങ്ങളാൽ ദൈവം അവിടെ ഒരു ഉണർവ് അയക്കും. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് അങ്ങനെ കാണുന്നത്. നിങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ പെട്ടെന്ന് അവിടെ ഒരു തീ പിടുത്തം പോലെയൊക്കെ കാണുന്നത്. ഹല്ലേലൂയ. നിങ്ങളവിടെ പോയി നിൽക്കുമ്പോൾ അവിടെ എല്ലാം തീ കത്തുന്ന പോലെയൊക്കെ കാണുന്നു. അത് നിങ്ങളാൽ ദൈവം അവിടെ ഒരു ഉണർവിനെ അയക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ദേശത്ത് ദൈവം ഉണർവ് കൊണ്ടുവരാൻ പോകുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ പോലെ, ഞാൻ ഈ ഭൂമിയിൽ തീ ഇടാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. അതുപോലെ ആ തീ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതൊരു ഉണർവിനെ സൂചിപ്പിക്കും. ഹല്ലേലൂയ. എന്നാൽ തീയിൽ വെന്തെരിയുന്ന പോലെ കാണുക, നമ്മളെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് വെന്തുരുകുന്ന പോലെ കാണുക, അതിനെ തീ ഭയപ്പെടുത്തുക, അങ്ങനെയൊക്കെ വന്നാൽ അതൊരു കോൺഫ്ലിക്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ഈവിൾ അറ്റാക്ക്, എന്തോ മോശകരമായ ഒന്ന് ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിന്. അതിനകത്ത് ഭയം വരുമ്പോഴാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ തീക്കകത്ത് ഇങ്ങനെ ഭയം ഉണ്ടാവുക, നമ്മൾ വെന്തു പോകുന്നതായിട്ട് കാണുക, വേദന അനുഭവിക്കുക, പൊള്ളൽ അനുഭവപ്പെടുക. അല്ല, പരിശുദ്ധാത്മാവിൻ്റെ തീ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കുന്നതോ പൊള്ളിപ്പിക്കുന്ന ഒന്നുമല്ല. മോശ ഉൾപ്പടർപ്പിൽ തീ കാണുമ്പോൾ
മോശയ്ക്ക് അത് അതിശയം ഉണ്ടായി. മോശ പോയി നോക്കി. അത് മുൾപ്പടർപ്പിനെ കത്തിച്ച് കരിച്ചു കളയുന്ന ഒരു തീ ആയിരുന്നില്ല. അതാണ് ദൈവത്തിൽ നിന്നുള്ള ഫയർ. എപ്പോഴും അങ്ങനെയായിരിക്കും. ഞാൻ അത് ആണ് ഈ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി കോട്ടകൾ പോലെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ചുറ്റും കാണുന്നെങ്കിൽ, കോട്ടകൾ കാണുന്നെങ്കിൽ, ഒന്ന്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനുള്ള കോട്ടകളുണ്ടാവും. രണ്ട്, അന്ധകാര മണ്ഡലം ക്രിയേറ്റ് ചെയ്ത കോട്ടകളുണ്ടാവും. ഈ അന്ധകാര മണ്ഡലം ക്രിയേറ്റ് ചെയ്ത കോട്ടകളാണെന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അതിനകത്ത് വെളിച്ചമേ ഉണ്ടാകില്ലെന്നുള്ളത്. ഹല്ലേലൂയ. രണ്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മറ്റേ നമ്മുടെ ചുറ്റുമുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ കാണുമ്പോൾ, കോട്ടകൾ കാണുമ്പോൾ മഹത്വമേറിയതായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഭയമില്ലാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ്. എന്നാൽ നിങ്ങൾ ഈ കോട്ടകൾ കാണുന്ന സമയത്ത് വല്ലാത്തൊരു ഭയപ്പെടുന്ന അന്തരീക്ഷം, ഇരുണ്ട അന്തരീക്ഷം, അതിനകത്ത് ആത്മാവിൻ്റെ ഒരു ചലനവും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, നിങ്ങൾക്ക് ആ കോട്ടയ്ക്കുള്ളിലായിരിക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടെങ്കിൽ ദുരാത്മ മണ്ഡലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈവിളായിട്ടുള്ള കോട്ടകളാണ്. ഹല്ലേലൂയ. ഇത്രയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഇത്രയും പ്രധാനമായിട്ടൊക്കെ പറയാനുള്ളത്. പിന്നെ എവിടെയെങ്കിലും നിങ്ങൾ സ്വപ്നത്തിൽ ഇങ്ങനെ പോവാണ്, യാത്ര ചെയ്യുവാണ്, നിങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ടു പോയത് പോലെ തോന്നുക, മുൻപിൽ വഴി അടഞ്ഞു പോയി, ബ്ലോക്കായിപ്പോയി, അങ്ങനെ കാണുന്നവരുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ പിന്നെ എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. ഹല്ലേലൂയ. അത് ഒന്ന്, നമ്മുടെ ലക്ഷ്യബോധമില്ലാത്ത മനസ്സിനെ കാണിക്കുന്ന ഒന്നാണ്. ദൈവം അത് കാണിച്ചു തരികയാണ്. നിൻ്റെ പോക്ക് ശരിയല്ല, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലേക്ക് നീ എത്തിയിട്ടില്ല, നീ നിനക്കിഷ്ടമുള്ളിടത്തൂടെ പോവുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് തേടുക, എൻ്റെ അടുക്കലേക്ക് വരിക എന്ന് നമുക്ക് ദൈവം കാണിച്ചു തരുന്ന ഒരു മേഖലയാണ്. വഴി തീർന്നു പോകുന്ന പോലെ തോന്നുന്നത്, പെട്ടെന്ന് വഴി കാണാതാകുന്ന പോലെ തോന്നുന്നത്. അങ്ങനെയൊക്കെ കാണുന്നവരുണ്ടോ? ഞാനിത് വെറുതെ പറയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ആരെയും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഹല്ലേലൂയ, സ്തോത്രം. ഉണ്ട്. സാജു ബ്രദർ, ഓക്കെ. അപ്പോൾ പറയുന്നത് പാഴല്ലല്ലോ, അതുകൊണ്ട്. ഹല്ലേലൂയ. അതൊക്കെ അങ്ങനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം, ദൈവത്തിൻ്റെ സഹായം എത്രയും പെട്ടെന്ന് വേണം. ഓടി കർത്താവിൻ്റെ അടുക്കലേക്ക് വരണം. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലാന്നു, അതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസിലേക്ക് വരുമ്പോൾ, വഴി നടത്തലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ വരാനായിട്ടാണ് ദൈവം ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത്. ഹല്ലേലൂയ. ഇനി സൂര്യപ്രകാശം പോലെ വലിയ പ്രകാശം കാണുന്നവരുണ്ട്. ഹല്ലേലൂയ. അത് നല്ലൊരു ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നു. നല്ലൊരു ഭാവി, ബ്രൈറ്റായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വെളിപ്പാടുകളുടെ മണ്ഡലം ദൈവം നിങ്ങൾക്ക് തുറന്നു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ സത്യവചനത്തെ ദൈവം അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ലൈറ്റുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ചിലർ പല കളറിലുള്ള ലൈറ്റുകൾ കാണാറുണ്ട്. ഹല്ലേലൂയ. ഓരോ കളറിന് പല പല വ്യാഖ്യാനങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കെല്ലാം അറിയത്തില്ല, പിങ്ക് ലൈറ്റ് എപ്പോഴും ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. പിങ്ക് ലൈറ്റ് കാണുന്നവർ, ബ്ലൂ ലൈറ്റൊക്കെ കാണുന്നവർ ഏഞ്ചൽസുമായിട്ടുള്ള എൻകൗണ്ടറാണ് അവർക്കുണ്ടാകുന്നത് എന്ന് പറയാറുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെ വ്യാഖ്യാനം അറിയത്തില്ല. അങ്ങനെ പല പല ലൈറ്റ് കാണുന്നവരുണ്ട്. എന്നാലും ലൈറ്റ് എപ്പോഴും നല്ല ഒരു കാര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ മുന്നിൽ വഴികൾ തുറക്കാൻ പോകുന്നതിൻ്റെ, നല്ലൊരു ഭാവിയുടെ വാതിലുകൾ ദൈവം നിങ്ങൾക്കായി തുറക്കുന്നതിൻ്റെ ഒരു സീസൺ ചേഞ്ചിനെ നമുക്ക് ഇപ്പോൾ അറിയാം. പുലർക്കാലം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു സമയമല്ലേ. അതുപോലെ ഹാപ്പിനെസ്, അതിനെല്ലാം ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതിൻ്റെയൊക്കെ സിമ്പലായിട്ട് നമുക്കത് പറയാനായിട്ട് പറ്റും. പിന്നെ ആനിമൽസിനെ കാണുന്നവരുണ്ട്, വ്യത്യസ്തമായ ആനിമൽസിനെയൊക്കെ കാണുന്നവരുണ്ട്. അത് നല്ലതും നല്ല രീതിയിലും കാണാം, മോശമായ രീതിയിലും കാണാം. ഇപ്പോൾ സിംഹത്തെ നിങ്ങൾ കാണുന്നു. ഇപ്പോൾ രണ്ട് രീതിയിൽ അത് പറയാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പോർട്ടൽസ് ഓപ്പൺ ആയിരിക്കും. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഈവിൾ പോർട്ടൽസ് ആയിരിക്കും ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും സിംഹത്തെ കാണുകയാണെന്ന് വിചാരിക്കുക, എക്സാമ്പിളാണ്. അപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്ത വ്യക്തി സിംഹത്തെ കണ്ടാൽ എന്ത് പറ്റും? യഹൂദ ഗോത്രത്തിലെ സിംഹം കൂടെയുണ്ട്, ആ സിംഹം എൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നേൽക്കാൻ പോകുന്നു, അങ്ങനെയുള്ള അർത്ഥങ്ങൾ. ഇനി ഒരു ഈവിൾ പോർട്ടൽ ഓപ്പൺ ആയിരിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ സോൾ റലത്തിൽ ഈവിൾ ടൈസ് ഉള്ള
ഒരാളാണ് സിംഹത്തെ കാണുന്നെങ്കിൽ സിംഹം വിരട്ടുന്ന പോലെ കാണും അല്ലേ, അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ അല്ലേ, പിശാച് അല്ലേ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് നോക്കി നടക്കുന്നു. അങ്ങനെയുള്ള സ്പിരിറ്റുകളുണ്ട്, അത് അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ മൃഗങ്ങളും അങ്ങനെ തന്നെയാണ്. പല മൃഗങ്ങളെ കാണുമ്പോഴും അത് അറ്റാക്കിംഗ് മോഡിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതൊരിക്കലും ദൈവത്തിൽ നിന്നല്ല. ദൈവത്തിൽ നിന്നൊരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരത്തില്ല, ഒരിക്കലും വരത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ കാണാം, ഒരാട്ടിൻകുട്ടിയെ കണ്ടെന്നിരിക്കാൻ ചിലപ്പോൾ കർത്താവിൻ്റെ കയ്യിലെ കുഞ്ഞാടാണ് നിങ്ങളെന്ന് ദൈവം കാണിച്ചു തരുന്നതായിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ആ മോള് എപ്പോഴും ഒരു ആട്ടിൻകുട്ടിയെ ഇങ്ങനെ കയ്യിൽ കർത്താവ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലെ ഒരാൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന എപ്പോഴും കാണും. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം അവളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കയ്യിൽ നീ ഒരു കുഞ്ഞാടാണ്, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള അർത്ഥമാണ്. ഹല്ലേലൂയ. ചിലർ കുഞ്ഞാട് മുറിവേറ്റതുപോലെ കാണും, അത് നമുക്കറിയാമല്ലോ, വചനത്തിൽ കാണിക്കുന്നത് പോലെ ഞാൻ നിനക്ക് വേണ്ടി അറുക്കപ്പെട്ടിരിക്കുന്നു, അത് കർത്താവ് കാണിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യാൻ, പ്രത്യേകിച്ച് അനിമൽസ് എന്ന് പറയുമ്പോൾ സ്നേക്സ് മിക്കവാറും എല്ലാവരും കാണുന്നതാണ്. ഈ പാമ്പിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും അത് സ്പിരിച്വൽ അറ്റാക്ക് തന്നെയാണ്. ഹല്ലേലൂയ. പാമ്പ് ചുറ്റുന്നത് പോലെ തോന്നുക, പേടിപ്പിക്കുക, അത് സ്വപ്നത്തിൽ എങ്ങനെയെങ്കിലും പേടി ഉണ്ടാകും. ചിലർ ഈ പാമ്പിനെ ചവിട്ടുന്നത് കാണും, അതിൽ നിങ്ങൾ ഭയക്കണ്ട, ചവിട്ടാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, അത് ഓടിക്കുകയാണെങ്കിലൊക്കെ നമ്മളത് ശ്രദ്ധിക്കണം. എന്തിനാണ് മനസ്സിലാക്കുകയും അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയും വേണം ഉടനെ. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഉടനെ എഴുന്നേൽക്കും. അത് ദൈവം അത് അത്രയും കാര്യങ്ങൾ ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. അത് വീണ്ടും തലയിൽ കൂടി മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങാനല്ല, അന്നേരം എഴുന്നേറ്റിരുന്ന് അതിനെ പ്രാർത്ഥിച്ച് ബ്രേക്ക് ചെയ്യാനാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും ആനിമൽസ് നിങ്ങളെ ചേസ് ചെയ്യാണ്ട് കാണുക, പ്രത്യേകിച്ച് ഈ സ്പൈഡർ, സ്കോർപ്പിയോൺ, അങ്ങനെയൊക്കെയുള്ള വിഷമുള്ള ജീവികളെ കാണുന്നത് മുഴുവൻ അത് സ്പിരിച്വൽ അറ്റാക്കാണ്. അത് മാത്രമല്ല പാരമ്പര്യമായിട്ടുള്ള ജനറേഷണൽ കഴ്സിനെ അത് കാണിക്കുന്ന ഒന്നാണ് ഈ സ്പൈഡറൊക്കെ. ചില സ്നേക്സ്, ചില സ്കോർപ്പിയോൺസ് കാണുന്നത്, ഹല്ലേലൂയ, പല വികൃതമായ ചില മൃഗങ്ങളെ, അതിനൊന്നും പേര് പറയാൻ പറ്റത്തില്ല, അങ്ങനെ കാണും. ഹല്ലേലൂയ. അതൊക്കെ പാരമ്പര്യ ശാപങ്ങളുമായി ബന്ധപ്പെട്ട് ദർശനത്തിൽ വഴി കാണിക്കുന്നത് എന്താണ് സിസ്റ്റർ? ഓക്കെ, അത് പറയാൻ പോവാണ്, എല്ലാം പറയാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു വരുവാണ്. അവസാനമാകുമ്പോൾ ഇത് ക്ലിയർ ആവും. ഇന്നുകൊണ്ട് ഇത് തീരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ വരും, എല്ലാം നമുക്ക് തീർക്കണം. അത് അടുത്ത എപ്പിസോഡിലൂടെ ആയാലും ഒക്കെ നമുക്ക് തീർക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതെ, എന്നെ ആന ഓടിക്കും, ഈ ഓടിക്കുന്നതായി കാണുന്നതൊന്നും ദൈവികമല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്പിരിറ്റുകളെ ഏത് മൃഗമാണോ കണ്ടത്, ആ മൃഗത്തിൻ്റെ പേര് പറഞ്ഞ ആ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും ഞാൻ പറഞ്ഞു തന്നല്ലോ. അതിന് കിട്ടിയ അവകാശങ്ങളെ ക്യാൻസൽ ചെയ്ത് ഞാൻ ആ സ്പിരിച്വൽ വാർഫെയർ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ അങ്ങനെ കാണുന്നതിന് ചെയ്യണം. അപ്പോൾ ദൈവികമായ സ്വപ്നങ്ങളെയൊന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാനല്ല, അത് നടത്തിപ്പ് ദൈവം നമുക്ക് തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ അനിമൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അത് ഗുഡും ഉണ്ട്, നല്ലതും ഉണ്ട്, ഈവിളായിട്ടുള്ള കാര്യമുണ്ട് എന്ന് ഞാൻ പറയാനായിട്ടിടയായി. ഇനി നമ്മൾ കാണുന്നത് പല മൂവിയോ അനിമൽ പ്ലാനറ്റോ അതുപോലെയുള്ള കാര്യങ്ങൾ കണ്ട ശേഷം കിടന്നുറങ്ങിയിട്ട് ഇതൊക്കെ വേറിട്ടുന്ന കാണും, അത് നമ്മുടെ സോളിൽ നിന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി കാണുന്ന കാര്യങ്ങൾ, അന്ന് കണ്ട ജന്തുക്കൾ, മനസ്സിലായോ, മൂവിയിൽ നിന്നുള്ളതൊക്കെ കാണുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നമ്മുടെ സോൾ റിലത്തിൽ നിന്ന് തന്നെ നമ്മൾ കാണുന്നത്. അത് ദൈവത്തിൽ നിന്നുമല്ല, പിശാചിൽ നിന്നോ ഉള്ളതെന്നല്ല. നമ്മളത് മനസ്സിലാക്കുക കേട്ടോ, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഇനി പ്രധാനമായിട്ടും എല്ലാവരും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്, ചിലരെപ്പോഴും ഈ ക്ലൈമറ്റ് ചേഞ്ച് കാണാറുണ്ട്. അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. പെട്ടെന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് സൂര്യപ്രകാശം വരുന്നു, നല്ല ഒരു അന്തരീക്ഷം പെട്ടെന്ന് മേഘാവൃതമാകുന്നു. അങ്ങനെയൊക്കെ കാണുന്നവരെന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥ, ഒരു സന്തോഷം വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. പെട്ടെന്ന് കറുത്തിരുണ്ട് കാണുക, എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഒന്ന് അടുത്തു വരികയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പക്ഷേ ദൈവം കാണിക്കുന്നതാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സീസൺ ചേഞ്ച് കാണാറുണ്ട് ചിലർ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു സീസണിനെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സീസൺ ചേഞ്ചിൽ ചിലർ ഗാർഡനൊക്കെ കാണാറുണ്ട്. മനോഹരമായ ഗാർഡനിൽ നിങ്ങൾ നിൽക്കുന്നത്, വളരെ ക്വയറ്റായിട്ട് ഒഴുകുന്ന നദി നിങ്ങൾ നിൽക്കുന്നത്, അത് ഹാപ്പിനെസ്സും നല്ല സന്തോഷകരമായ ജീവിതവും ഒക്കെ ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റും ഒക്കെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുക, അതൊക്കെയാണ് ദൈവം കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചിലർ വിവാഹം സ്വപ്നം കാണാറുണ്ട്. ഹല്ലേലൂയ.
അതെപ്പോഴും ഐക്യതയെ കാണിക്കുന്നു, ഒരു പുതിയ ജീവിതത്തെ കാണിക്കുന്നു. അതൊക്കെയാണ് വിവാഹത്തിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ചിലർ പറയാറുണ്ട് വിവാഹം കണ്ടാൽ മരണമാണ്, അങ്ങനെ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. അതൊക്കെ പഴയ കാലത്തുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവികമായതൊന്നും ഒരിക്കലും അങ്ങനെയല്ല. വിവാഹം കാണിക്കുന്നത് എപ്പോഴും ഒരു കവനൻറ്റിനെയാണ്. ഹല്ലേലൂയ. ഒരു നിയമത്തെ, ഒരു നിയമ പുതുക്കൽ, അതൊക്കെയാണ് ദൈവം അതുമായി ബന്ധപ്പെട്ട് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് പ്രഗ്നൻസി കാണാറുണ്ട്, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ കാണിക്കുന്നതോ ബൈബിളെ കാണിക്കുന്നത് നല്ല സിമ്പലാണ്. വചനം വായിച്ച് പഠിക്കാനായിരിക്കും കർത്താവ് കാണിക്കുന്നത്. വേഗം വചനമൊക്കെ വായിച്ച് പഠിക്കണം. ഹല്ലേലൂയ. ബൈബിളൊക്കെ കാണുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവ് വചനമായവൻ നിങ്ങളിൽ നിറയാനായി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതുമേന്തി ചിലർ ബൈബിൾ കൊണ്ട് നടക്കുന്നത് കാണും. അതൊക്കെ ഇവാഞ്ചലിസമാണ് കേട്ടോ, സ്ട്രിക്റ്റ് ഇവാഞ്ചലിസമാണ് ദൈവം അതിലൂടെയൊക്കെ ആഗ്രഹിക്കുന്നത്. ബൈബിൾ കൊണ്ട് നടക്കുന്നത് കാണുക, ബാഗ് തൂക്കി യാത്ര ചെയ്യുന്നത് കാണുക, ബസ്സിൽ പോകുന്നത് കാണുക, യാത്രകൾ അങ്ങനെ കാണാറുണ്ടോ? സ്വപ്നം യാത്രകൾ കാണുക. ഹല്ലേലൂയ. അതൊക്കെ സുവിശേഷകമായിട്ടുള്ള വിളിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. യാത്ര ചെയ്യുന്നു, ബാഗും തൂക്കി യാത്രയാണ്. ബൈബിളൊക്കെ പിടിച്ച്, ബൈബിൾ പിടിച്ചില്ലെങ്കിൽ യാത്രകൾ നിങ്ങളിങ്ങനെ കാണുന്നവരാണെങ്കിൽ ദീർഘദൂരം പോയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ദൈവം നിങ്ങളിലൂടെ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റേതായ ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവ്. ഹല്ലേലൂയ. പിന്നെ പ്രധാനമായിട്ടും ചില ആൾക്കാർ കാണുന്നതാണ് പറക്കുന്നത് കാണും. ചിലപ്പോൾ നമ്മൾ തന്നെ വായുവിലൂടെ പറക്കുന്ന പോലെയൊക്കെ കാണുക. അത് സ്പിരിച്വലി നിങ്ങൾ ഗ്രോത്തിലേക്ക് വരുന്നതിൻ്റെ തെളിവാണ്. അത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് കൂടെയാണ്. ഹല്ലേലൂയ. നമ്മളുടെ ശരീരം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുകയും, അതെല്ലാവർക്കും അങ്ങനെയൊന്നും ലഭിക്കത്തില്ല. വളർന്നു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളിത് ഓപ്പണായിട്ടൊക്കെ ഇങ്ങനെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വട്ടാണെന്നേ ആൾക്കാർ പറയും. പൊതുവെ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവർക്ക് എന്ന് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവാത്തവരോട് ഐ സി ക്രോസിങ് റിവേഴ്സ് ഓക്കെ, അത് യോർദാനുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ സ്ട്രഗിൾ ഉള്ള മേഖലകളൊക്കെ മുറിച്ച് കടക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നു. ആ ചെങ്കടൽ അതുമായിട്ടൊക്കെ ബന്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഹല്ലേലൂയ. കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് അതൊക്കെ പറയാൻ വരുവാണോ? അയ്യോ ഒത്തിരി ഉണ്ട്. ഫ്ലൈയിങ്, അതെ, ആരാ കമൻറ്റ് ചെയ്യുന്നത്? ശുഭ സിസ്റ്റർ. ഫ്ലൈയിങ് അത് ദൈവത്തിൻ്റെ കോളിങ്ങിലോട്ട് കയറുക. ഹല്ലേലൂയ. അത് ഒരു സ്പിരിച്വലായിട്ട് നിങ്ങളൊരു സ്പിരിച്വൽ ഗ്രോത്തിനെ കാണിക്കുന്നു. അതുമാത്രമല്ല, ഗോഡ് ഈസ് കോളിങ് യു ആൻഡ് സെപ്പറേറ്റഡ് യു ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ആൻഡ് എ ന്യൂ ബിഗിനിങ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു പർപ്പസിന് വേണ്ടി ദൈവം അത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഞാനൊന്നും കാണുന്നില്ല. മാർവൽ ബ്രദർ പറയും, അയ്യോ വിഷമിക്കണ്ട, കർത്താവ് എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. സ്തോത്രം. ക്ലാസ് റൂം, സ്കൂൾ ഡേയ്സ് എപ്പോഴും കാണുന്നു. ഈ ക്ലാസ് റൂം കാണുന്നത്, നിങ്ങൾ ക്ലാസ് റൂമിൽ ആയിരിക്കുന്നത് നിങ്ങളെ പഠനവുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. നിങ്ങളെ ഒരു ഹോളി സ്പിരിറ്റ് എപ്പോഴും ഒരു സ്റ്റുഡൻ്റായിട്ട് നിങ്ങളെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കർത്താവ് നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്ലാസ് റൂമൊക്കെ കാണുന്നത്. ഒരു സ്റ്റുഡൻ്റായിട്ട് നിങ്ങളെ തന്നെ കാണുന്നെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഒരു ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നത് കാണുന്നു. അതൊക്കെ ചിലപ്പോൾ ദൈവവചനമായിരിക്കാം നിങ്ങൾ ഈ കേൾക്കുന്നത് ആ സമയത്തൊക്കെ. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റാണ് പരിശുദ്ധാത്മാവിൻ്റെ പാഠശാലയിൽ. കർത്താവ് നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ചിലർ പഴയ കാലത്തെ മരിച്ചവരെ കാണുന്നു. അത് ശരിക്കും മോശപ്പെട്ട ഒരു സ്വപ്നമാണ്. അതിലോട്ടൊക്കെ ഞാൻ വരുവാണ്, ഈ മരിച്ചവരെ കാണുന്നത് കേട്ടോ. രാജി സിസ്റ്റർ പറയുന്നു മരിച്ചവരെ കാണുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു സ്വപ്നമാണ്. അതിലോട്ട് ഞാൻ വരികയാണ്. ഫ്ലൈയിങ്ങിൻ്റെ അതും ഒന്നുകൂടി പറയുമോ? പറയാം ഫ്ലൈയിങ്ങിൻ്റെ അത് പറയാം. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സ്കൂൾ ഡേയ്സ് അങ്ങോട്ടൊക്കെ വന്നത്. അതൊക്കെ വരുവാണ് കേട്ടോ. ഒത്തിരി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇന്നുകൊണ്ട് ഇത് തീരില്ല. നോക്കാം നമുക്ക്. അപ്പോൾ ഫ്ലൈയിങ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ പറക്കുന്ന പോലെ കാണുക. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കണ്ട അനുഭവം പറയാം കേട്ടോ. ഇത് യൂട്യൂബിൽ ഇടുമെന്ന് ഉറപ്പൊന്നുമില്ല, പറ്റുമെങ്കിൽ ഇടാം. കാരണം അങ്ങനെയാണ്. നമ്മൾ ഈ പറക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും എയ്റോപ്ലെയിനിലാണോ പറന്നത് അതോ പാരച്യൂട്ട് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ അല്ലേ സുമാ സിസ്റ്റർ, അങ്ങനെയല്ലേ? അപ്പോൾ ഇത് വിശ്വസിക്കാത്തവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒത്തിരി എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വാട്സപ്പിലെ നമ്പറിലും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വാസമുള്ളവരടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ
ആദ്യമായിട്ട് എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഞാനൊരു എൻകൗണ്ടറിലേക്കൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ കണ്ടത് ഈ പറക്കൽ. ഹല്ലേലൂയ. രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ഏതാണ്ട് സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെയൊക്കെ, എനിക്ക് പോകുന്ന പോലെയല്ല, ശരിക്കും ഞാൻ പറക്കുന്നത്. എൻ്റെ ബോഡി ഇവിടെ ഉണ്ട്, എൻ്റെ സോളും ആത്മമണ്ഡലത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയും ഔട്ട് ഓഫ് ബോഡി എൻ്റെ ശരീരം മാത്രം ഉണ്ടാവുകയും ശ്വാസമൊക്കെ ഉണ്ടാവും കേട്ടോ. ആ സമയത്ത് നമ്മൾ പറക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. ചിലർ പ്ലെയിൻ കാണുന്നത് എന്താണ്, ഉയരമുള്ള ബിൽഡിംഗ് കാണുന്നു, ഗർഭിണിയാവുന്നത് കാണുന്നു, നിലത്തൊരു കുഞ്ഞ് കിടക്കുന്നത് കാണുന്നു. പറയാം എല്ലാം പറയാം. നിങ്ങൾക്ക് ചെറിയ കുഞ്ഞുണ്ടാകുന്നതായി കാണുന്നു, കുഞ്ഞുണ്ടാകുന്നത് കണ്ടത്, പ്രഗ്നൻ്റ് ആവുന്നത് കാണുന്നത്, അതൊക്കെ ഒരു ന്യൂ ബിഗിനിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ കുഞ്ഞ് മരിച്ചു പോകുന്നതായി കാണുക, മൈ ഡാറ്റർ ഹാവിങ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. ഓക്കെ സിസ്റ്റർ, ശരി, അതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്കായി സ്തോത്രം. നിങ്ങൾക്കത്, അപ്പോൾ ഞാനത് പറയുമ്പോൾ എനിക്ക് സന്തോഷം. ഒരാൾ കൂടി അനുഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ലാത്തവർ പ്രാർത്ഥിക്കുക, ഉണ്ടാവട്ടെ. സ്തോത്രം. എനിക്ക് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്കത് ഞാൻ കാണുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ആണെന്നുള്ളത്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ഈ ബോഡിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ആരോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നും. രണ്ട് തരത്തിൽ അത് വരാം. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോഡിക്ക് പുറത്തു കൊണ്ടുപോകാം. രണ്ട്, ഈവിൾ അറ്റാക്കുകൾ ഉള്ളവർക്ക്, പൈശാചിക ശക്തികൾക്കും നമ്മുടെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിൽ കൊണ്ടുപോയിട്ട് നമ്മളെ ഭയപ്പെടുത്താൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ സ്വപ്നങ്ങൾ കാണുന്നത് അത് യഥാർത്ഥമാകുന്നു. ഓക്കെ, അങ്ങോട്ട് ഞാൻ വരാം. അങ്ങനെ സംഭവിക്കാം. എന്ത് കാണുന്നോ അത് സംഭവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അത് പലതും കർത്താവ് കാണിച്ചു തരുന്നതാണ്. റോങ് ആയിട്ടുള്ളത് കാണുമ്പോൾ പ്രാർത്ഥിക്കണം, നല്ലത് കാണുമ്പോൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. അതിലോട്ടൊക്കെ ഞാൻ വരാം. അപ്പോൾ ഈ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പറക്കുന്ന പോലെ കാണുമ്പോൾ ചില സമയത്ത് ഒരാൾ നമ്മുടെ കൂടെ ഉള്ളതുപോലെ തോന്നും. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ കംഫർട്ട് ചെയ്യുന്ന ആത്മാവാണ്, നമ്മളെ ഭയപ്പെടുത്തില്ല. നമ്മുടെ കൂടെ ചിലപ്പോൾ ഒരു ദൂതനുണ്ടാകാം. ഞാനിങ്ങനെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആരോണ്ടോ പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. ചിലപ്പോൾ ഞാൻ കൈ കാണും, ബാക്കി എനിക്ക് കാണാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. കൈ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. വളരെ പ്രകാശമുള്ള, എന്തോ പറയാം, ഉലയിൽ ചുട്ടെടുത്ത സ്വർണം അല്ലെങ്കിൽ ഇരുമ്പ് ഒക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സോ അതുപോലെ ഒരു മെറ്റലാണോ ഗ്ലാസ് ആണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഒരു കൈ എന്നെ പിടിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയാം. പക്ഷെ ബാക്കി എനിക്ക് കാണുന്നില്ല. എന്താ കാണാത്തത്? ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. ദൈവത്തിന് അത്രയും കാണിക്കാനായിരിക്കും ഇഷ്ടം. ഓക്കെ, അത് മതി. ഹല്ലേലൂയ. അപ്പോൾ അത്രയും ഞാൻ ചില സമയത്ത് കാണും. അപ്പോൾ ഒരാൾ എൻ്റെ കൂടെ ഉള്ളതറിയാം. പല മേഖലകളിലും കൊണ്ടുപോയി പല കാര്യങ്ങളും കർത്താവ് കാണിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. പിന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന പോലെ കാണും. ചിലപ്പോൾ ആകാശത്തുകൂടെ ഇങ്ങനെ പറക്കുന്ന പോലെയുള്ള അനുഭവങ്ങളുണ്ടാകും. വെൻ ഐ വാസ് സൈൻ സ്കൂൾ ഡേയ്സ് ഐ ഹാഡ് ഡ്രീംസ്. ട്രെയിൻ കാണുന്നു. അതെ, യാത്രകളെല്ലാം ഇവാഞ്ചലിസം പോലുള്ള കാര്യങ്ങളാണ്. ദീർഘദൂര യാത്രകൾ ചെയ്തുള്ള ഇവാഞ്ചലിസം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോയുള്ള ജോലി, ദൂരെയുള്ള ജോലികൾ, അതിനൊക്കെ കർത്താവ് അങ്ങനെ കാണിക്കാറുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ദൈർഘ്യമേറിയ അസൈൻമെൻറ്റുകൾ ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് നമ്മളൊക്കെ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും, അവരുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണല്ലോ കർത്താവ് അത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ കൂടുതൽ ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ളതും പലതും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് പോയി ഇടയ്ക്ക് വെച്ച്. അപ്പോൾ ഞാൻ ഈ കമൻ്റ് ഇടുന്നവരുടെ കമൻറ്റ് വായിക്കുമ്പോൾ അപ്പോൾ അത് പോവും. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീരണമെങ്കിൽ എൻ്റെ ഈ മുഴുവൻ ക്ലാസ്സും കഴിഞ്ഞാലേ തീരും. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്തവർ തീർച്ചയായും അടുത്ത ആഴ്ചയിലും ജോയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാവരുടെ സംശയങ്ങളും ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ് കഴിയുന്നിടത്തോളം, ദൈവം എന്നെ സഹായിക്കുന്ന പോലെ. അപ്പോൾ ഒരാൾ കൂടെ ഉണ്ടാകുന്നതായി കാണും. ഒരിക്കൽ ഞാൻ ശരീരത്തിന് പുറത്തിങ്ങനെ പോകുമ്പോൾ ഒരാൾ എന്നോട് കൂടെ ഉണ്ട്. അത് യേശുവാണ് എന്നാരോ എന്നോട് പറയാണ്. ഇത് കർത്താവാണെന്ന് പറയുന്നു. എനിക്ക് വളരെ തിളക്കമാർന്ന ഒരു മനുഷ്യനെ എനിക്ക് കാണാം. യേശുവാണ് എന്നെനിക്ക് അകത്തു മനസ്സിലായി. അപ്പോൾ നിങ്ങളിങ്ങനെ ദൈവത്തിൻ്റേതായ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിലേക്ക് പോകുമ്പോൾ തീർച്ചയായും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തരും. നിങ്ങളുടെ കൂടെയുള്ളത് ദൂതനാണോ, അതോ കർത്താവ് തന്നെയാണോ വന്നിരിക്കുന്നത്, അതോ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോവുകയാണോ, ഇത് നിങ്ങളുടെ ഉള്ളിൽ ബോധ്യപ്പെട്ടിരിക്കും. ഇനി
ഒരു ഈവിൾ അറ്റാക്കാണ് നിങ്ങൾക്കുണ്ടാകുന്നതെങ്കിൽ ഒരു ഈവിൾ ആണെന്ന് നിങ്ങളുടെ ഉള്ളിൽ അത് അറിയാൻ പറ്റിയിരിക്കും. ഹല്ലേലൂയ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അറിയാൻ പറ്റും പൈശാചികമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും അറിയാൻ പറ്റും. ഹല്ലേലൂയ. ആ ഒരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് കഴിഞ്ഞ് നിങ്ങൾ ഉണരുമ്പോൾ, നിങ്ങൾ ബോഡിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹാർട്ട് റേറ്റ് വല്ലാതെ കൂടുന്ന അവസ്ഥയാണെങ്കിൽ അതൊരു തെളിവാണ്, ഈവിൾ അറ്റാക്കാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മരണവെപ്രാളം പോലെ തോന്നുക, ശ്വാസം മുട്ട് അനുഭവപ്പെടുക, ആരോ ഞെക്കി പിടിക്കുന്ന പോലെയൊക്കെ തോന്നുക, ഇതെല്ലാം ഈവിളാണ്. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവത്തിൽ നിന്ന് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ കാമായി നിങ്ങൾ ബോഡിക്ക് പുറത്തു പോവുകയും ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, എനിക്ക് പേടി തോന്നി എന്ന് അവിടെ പറയുന്നില്ല. ശരീരത്തോടു കൂടിയാണോ അല്ലാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ലെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൗലോസിന് അതൊരു വിഷയമായിരുന്നില്ല ശരീരത്തിൽ നിന്ന് പോയപ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്ക് വളരെ ഒരു സന്തോഷം തരുന്ന ഒന്നായിരിക്കും ആ ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത്. പക്ഷേ ദുരാത്മ മണ്ഡലത്തിൽ നിന്നാണ് അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ഭയമായിരിക്കും ഉണ്ടാകുന്നത്. മരണഭയം പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് ഇടയായിത്തീരും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരു ഈവിൾ എൻകൗണ്ടറുകൾ ഉണ്ടാകുന്ന ധാരാളം പേരുണ്ട്. സീന സിസ്റ്ററെ ഞാൻ പറയുവാണ്, പ്രഗ്നൻസി ഡെലിവറി അത് സ്ഥിരമായിട്ട് കാണുക, അത് പറയാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അതെല്ലാം പറയും. ഞാനിപ്പോൾ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഔട്ട് ഓഫ് പറക്കുന്ന പോലെ കാണുക, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഹല്ലേലൂയ. അപ്പോൾ പറക്കുന്ന പോലെ തുടങ്ങുന്നത് തീർച്ചയായും നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു സെലക്റ്റഡ് പദ്ധതിയിലുള്ള ആളാണെന്നും നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുകയാണെന്നും ആദ്യ പടികളിലേക്ക് ആത്മമണ്ഡലങ്ങളിലേക്ക് നിങ്ങൾ കയറുകയാണെന്നുള്ളതിൻ്റെ തെളിവാണ് പറക്കുന്ന പോലെ കാണുക. തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു കോളിംഗ്, അപ്പോസ്തൽ, പ്രോഫറ്റ്സ്, പാസ്റ്റർ, ഇവാഞ്ചലിസ്റ്റ്, ടീച്ചേഴ്സ്, ഇതിൽ ഒരാളാണ് നിങ്ങളെന്ന് കൺഫേം ചെയ്യേണ്ട ഒരു സ്വപ്നമാണ് നിങ്ങൾ ഈ പറക്കുന്ന പോലെ കാണുക എന്നുള്ളത്. ഹല്ലേലൂയ. അതിൻ്റെ ആരംഭമാണിത്. ഹല്ലേലൂയ. ചില സമയത്ത് ബോഡിയിൽ നിന്ന് പുറത്തു പോയിട്ട് വന്ന് കയറുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഇങ്ങനെ കറങ്ങുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാനൊക്കെ പറ്റും. ആത്മമണ്ഡലത്തിൽ റൊട്ടേറ്റ് ചെയ്ത് വന്ന് കയറുന്നത് അങ്ങനെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കാൻ പേടിയില്ലാത്തവരൊക്കെ അത് ആഗ്രഹിക്കുക. ഓക്കെ. കിടക്കുന്ന സമയത്ത് കറണ്ട് അടിച്ച പോലെ ബോഡി നിശ്ചലമായി ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അന്നേരം അവർ ചാടി എഴുന്നേൽക്കും. ചിലരൊക്കെ അത് പേടിച്ചിട്ട് അങ്ങനെ എഴുന്നേൽക്കും. അപ്പോൾ 2 കേസിലും ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി ഒരു ഷോക്കടിച്ച അവസ്ഥയിലായിരിക്കും. നമ്മൾ കൈയൊന്നും എടുത്ത് പൊക്കിയാൽ പൊങ്ങില്ല. നമ്മൾ കിടക്കുകയാണെന്ന് നമുക്കറിയാം, ശബ്ദം വെച്ചാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബോഡിയിൽ നമ്മളില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. പുറത്താണ്. അതാണ് കാര്യം. അപ്പോൾ നമ്മളതിനെ പേടിക്കരുത്. ആരാധിക്കുമ്പോൾ തലയുടെ മുകളിൽ കൂടി പ്രാവ് പറക്കുന്നത് സിമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്, അതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ആ പ്രാവിനെ കാണുക, അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനമാണ്. പ്രാവ് തോളിൽ വന്നിരിക്കുന്ന പോലെ അനുഭവപ്പെടുക, പ്രാവിനെ കാണുക. ഹല്ലേലൂയ. അത് വളരെ കാമ അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. നമ്മളപ്പോൾ ഈ പറക്കുന്ന അനുഭവം പറഞ്ഞു, അത് ക്ലിയർ ആയോ? ആരാണ്ടോ വീണ്ടും പറയണമേ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് പിന്നെയും പറഞ്ഞത് കേട്ടോ. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പറയാം. ഒത്തിരി പേര് ചോദിച്ചു പ്രഗ്നൻസി ആൻഡ് ഡെലിവറി, അങ്ങനെ ചോദിച്ചു. പ്രഗ്നൻ്റ് ആവുന്നത് കാണുക. ദൈവത്തിൻ്റെ പദ്ധതിയെ നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് ഡെലിവർ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ അതിലേക്ക് കടക്കുവാണ്, അല്ലെങ്കിൽ അതിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരുവാണ്. ഒരു പുതിയ കാര്യം, പുതിയ ഒന്ന്, അതാണ് ഡെലിവറിയൊക്കെ കാണുമ്പോൾ നമ്മളൊരു പുതിയ കുഞ്ഞിനെ നമ്മൾ കാണുക. പ്രഗ്നൻ്റ് ആവാൻ ഒരു സാധ്യതയില്ലായിരിക്കും. നമുക്ക് എത്രയോ വയസ്സായി പ്രഗ്നൻസി എല്ലാം നിർത്തിയവർ ലേഡീസ് ചിലപ്പോൾ കാണും. അത് പുരുഷന്മാർ ചിലപ്പോൾ കണ്ടതിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്ന പോലെ പുതിയ എന്തെങ്കിലും, അത് പുതിയ എന്തോ ഒരു കാര്യം ദൈവം നിങ്ങളുടെ കരത്തിലേക്ക് തരാൻ പോകുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു പദ്ധതി ദൈവം നിങ്ങളെ ഏൽപ്പിക്കാനായിട്ട് പോകുന്നു, നിങ്ങളൊരു പുതിയ കാര്യം ചെയ്തു തുടങ്ങാനായിട്ട് പോകുന്നു. അങ്ങനെയൊക്കെയാണ് ഈ പ്രഗ്നൻസി, ഡെലിവറി അങ്ങനെയൊക്കെ കാണുന്നത്. കൂടുതലും അത് സ്ത്രീകളാണ് കാണുന്നത്, എങ്കിലും പുരുഷന്മാരും കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. പിന്നെ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസ് നമ്മൾ കാണുക, അതിൽ നമ്മൾ ആയിരിക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോണിലാണ് എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ മീൻ ചെയ്യുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. പിന്നെ ചിലരെപ്പോഴും ഈ പാസ്റ്റിലെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പാസ്റ്റിലെ ചില പ്രശ്നങ്ങൾ, അത് ക്ഷമിക്കപ്പെടാതെ എന്തൊക്കെയോ പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിടന്നാൽ
നമ്മൾ അങ്ങനെ പാസ്റ്റിലെ കാര്യങ്ങൾ ഒത്തിരി നിങ്ങളെ വേദനിപ്പിച്ചത് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഇന്നർ ഹീലിംഗ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് അങ്ങനെ കാണുന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. ഒരു ഹോളിൽ എന്തോ പൊഴിയുന്നത് കാണും. സോ അത് ദൈവത്തിൽ നിന്നാവാം, ഒരു പക്ഷേ അനോയിൻറ്റിങ്ങിൻ്റെ ആവാം, പൊഴിഞ്ഞു വീഴുന്നതൊക്കെ കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഫെമിലിയർ പ്ലേസസ്, അതൊക്കെയാണല്ലോ പറഞ്ഞത്. ഇനി എന്തൊക്കെയോ മിസ് ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ എനിക്ക് മിസ്സായി പോകുന്നു. അങ്ങനെയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആർ മിസ്സിങ്. എന്തൊക്കെയോ ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികളെ നിങ്ങൾ മിസ് ചെയ്യുന്നു. പല കാര്യങ്ങളും നിങ്ങൾ തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കുന്നില്ല. അതാണ് അങ്ങനെയുള്ള സ്വപ്നങ്ങളുടെയൊക്കെ മിക്കവാറും അർത്ഥങ്ങൾ. ഹല്ലേലൂയ. എന്തൊക്കെയോ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങൾ ആ സമയത്ത് തീരുമാനം എടുക്കാത്തത് കൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മിസ്സായിപ്പോയി എന്ന് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും പ്രാർത്ഥനയിൽ ശക്തിപ്പെടുകയും ദൈവത്തിൻ്റെ ആ കലണ്ടറിൽ ദൈവം ചെയ്യാൻ വെച്ചിരുന്ന ആ പർപ്പസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തയ്യാറാവണം. അതിനുവേണ്ടി ഒരുങ്ങാനാണ് കർത്താവ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. കാരണം നമ്മൾ എടുത്ത തെറ്റായ തീരുമാനത്തിലൂടെ ആവാം ഒരു പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമുക്ക് വരാനായി കഴിയാത്തത്. ഹല്ലേലൂയ. ചിലരിങ്ങനെ ട്രാപ്പ് ചെയ്ത് വെച്ച പോലെ കാണുക. തീ കാണുന്നു. തീ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു, അത് പരിശുദ്ധാത്മാവിൻ്റെ സിമ്പലാണ്. തീയിൽ ഭയം കണ്ടാൽ അത് തീർച്ചയായും ഒരു പ്രശ്നത്തിൻ്റെ തുടക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കാണാനാണ് സാധ്യത. ഹല്ലേലൂയ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നിങ്ങളെ അനങ്ങാൻ വിടുന്നില്ല. അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് പോകണം, പക്ഷെ പറ്റുന്നില്ല. ഇതാ എപ്പോഴും പ്രശ്നം. നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് പോവേണ്ടത്, പക്ഷെ പറ്റുന്നില്ല. നിങ്ങളെ ആരോ പിടിച്ചു വെച്ചിരിക്കുന്നത് തോന്നുന്ന അവസ്ഥയാണ്. നിങ്ങൾക്കൊരു ഡെലിവറൻസ് വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കൊരു ഫ്രീഡം വേണം, മാനസികമായിട്ടും വേണം, ആത്മീകമായിട്ടും ഒരു ഫ്രീഡം വേണം. അതിലേക്ക് അടുത്ത് വരാൻ. മണി ഇൻ സ്മാൾ ബാഗ്, കാശൊക്കെ നമ്മൾ എപ്പോഴും സ്വപ്നം കാണുന്നത് ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആവാം, ഒരു ബ്ലെസ്സിങ്ങിനെയൊക്കെ ആവാം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ കാണും. ഹല്ലേലൂയ. ഇനി അത് ഞാൻ പറഞ്ഞല്ലോ, ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ കാണുന്ന അനുഭവങ്ങൾ. പഴയ സുഹൃത്തുക്കളെ കാണുന്ന അവസ്ഥയുണ്ട്. പഴയ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് പഴയ കാലത്ത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ നാളുകളെക്കുറിച്ചുള്ള നിങ്ങൾക്കുള്ള വിഷമമുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കാണും. ഹല്ലേലൂയ. അത് സോളിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ദൈവത്തിൽ നിന്നുണ്ടാകുന്നതൊന്നുമല്ല. എൻ്റെ നാളുകൾ എക്സാം ലേറ്റാവുന്നത് കാണുന്നു, ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പറയാം, അത് ഒത്തിരി പേര് കാണുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഓൾഡ് ഫ്രണ്ട്സിനെ കാണുന്നത്. പിന്നെ ഹൃദയത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കിയ പഴയ നാളുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഒരുപക്ഷെ അത് ക്ഷമിക്കാതെ കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കും. നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാനുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പുക കാണുന്നത്, മേഘം കാണുന്നത്, അതെല്ലാം നല്ലൊരു സിമ്പലാണ്, നല്ലതാണ്. ഹല്ലേലൂയ. ഇനി ഈവിളായിട്ടുള്ള ക്ലൗഡും ഉണ്ട്, ഈവിളായിട്ടുള്ള മേഘവും ഉണ്ട്. ഈവിൾ ക്ലൗഡുണ്ട്, ഈവിൾ മേഘമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അവിടെ നിൽക്കാൻ നമുക്ക് തോന്നില്ല. നല്ല മേഘമാണെങ്കിൽ മേഘസ്തംഭം പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തുന്നു എന്നുള്ള കാര്യമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഈവിളായിട്ടുള്ള ക്ലൗഡാണെങ്കിൽ നിങ്ങൾക്ക് വിഷൻ ഉണ്ടാകില്ല, ഡ്രീം ഉണ്ടാകില്ല, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അതൊക്കെ വെച്ച് നിങ്ങളത് മനസ്സിലാക്കണം. ഈവിളായിട്ടുള്ള ക്ലൗഡാണോ ഞാൻ കാണുന്നത്, നല്ലതാണോ എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായി കഴിയും. നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് ഭയം ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. ഇനി പിന്നെ കുറച്ച് മുമ്പേ ആരോ എന്തോ എന്നോട് ചോദിച്ചിരുന്നു, എക്സാം ഹാളിൽ ഇരിക്കുന്നു, പരീക്ഷ എഴുതുന്നു, അങ്ങനെയൊക്കെ കാണുന്നത്, ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സാം എഴുതുന്നുണ്ട്, ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെ പേര് വിളിക്കുന്നു, നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. പല യാത്രകളിലുണ്ട്, നിങ്ങൾക്ക് ട്രെയിൻ മിസ്സായി പോകുന്നു, എത്താൻ പറ്റുന്നില്ല. അത് സ്പിരിറ്റ് ഓഫ് ഡിലേ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് അത് കാണിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം. പിന്നെ പരീക്ഷ എഴുതി ഫിനിഷ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെ കാണുന്നത്, അത് ദൈവത്തിൻ്റെ ഓട്ടക്കളത്തിൽ നിങ്ങൾക്ക് ഓടി എത്താൻ പറ്റാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഗോൾഡൻ മല, അതൊക്കെ നല്ല സിമ്പലാണ്. ഹല്ലേലൂയ. അതൊക്കെ നമുക്ക് പറയാം, മല പറയാം, മലയുടെ കാര്യങ്ങൾ എനിക്ക് പറയണം.
അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ പരീക്ഷ എഴുതാൻ സ്ട്രഗിളിങ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. നിങ്ങൾ എഴുതുന്നു തീരുന്നില്ല, എല്ലാവരും പോകുന്നു, നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, എല്ലാവരും ചെയ്യുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാണുന്നത് നിങ്ങളുടെ മനസ്സ് തന്നെ കൺഫ്യൂഷനിലാണ്. നിങ്ങളുടെ മനസ്സ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാൻ പറ്റാത്തതുപോലെയുള്ള സ്ട്രഗിളുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെയൊക്കെയാണ് അത് കാണിക്കുന്നത്, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ. ഹല്ലേലൂയ. പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം തരാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഒരു എപ്പിസോഡൂടെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സംശയങ്ങളൊക്കെ തീർക്കാം. പിന്നെ എന്തെങ്കിലും നഷ്ടപ്പെടുന്നത് പോലെയൊക്കെ കാണുക. ചില സാധനങ്ങൾ നഷ്ടപ്പെടുന്നു, ബാഗ് നഷ്ടപ്പെടുന്നു, ചെരുപ്പ് നഷ്ടപ്പെടുന്നു, പലതും നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ കാണുക. അങ്ങനെയുള്ള വ്യക്തികളുടെ മനസ്സിൽ എപ്പോഴും എന്തിനെങ്കിലും പറ്റിയുള്ള ഒരു വിഷമമുള്ളവരങ്ങനെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യത്തിന് എപ്പോഴും ഒറീഡാവുക. അങ്ങനെയുള്ളവർ സോൾ റലത്തിൽ നിന്ന് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇനി ദൈവം അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണിക്കുമ്പോൾ മിസ്സിങ് ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസൊക്കെ എവിടെയോ മിസ്സായി പോകുന്നു, നിങ്ങളതിൽ കെയർഫുൾ ആവുക, ഒന്നുകൂടി ഒന്ന് ജാഗരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ദൈവം കാണിക്കുന്നത്. പിന്നെ കൃത്യസമയത്ത് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാത്തത് കൊണ്ട് പല മേഖലകളിലും നിങ്ങൾ റിപ്പൻഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളപ്പോഴും നമ്മുടെ സാധനങ്ങളൊക്കെ മിസ്സായി പോകുന്ന പോലെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഞാൻ നേരത്തെ ഡ്രൗണിങ് ഒക്കെ പറഞ്ഞല്ലോ അല്ലേ, മുങ്ങിപ്പോകുന്ന അവസ്ഥകൾ. അതൊക്കെ മറൈൻ സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ വെള്ളത്തിൽ വാട്ടർ സ്പിരിറ്റ്സ്, ഈ വെള്ളത്തിലുള്ള സ്പിരിറ്റ്സുകളുടെ അറ്റാക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മിക്കവാറും ഈ വെള്ളത്തിൽ മുങ്ങിപ്പോവുക, വെള്ളത്തിൽ അറ്റാക്ക് ഉണ്ടാവുക, വെള്ളത്തിൽ ശ്വാസം മുട്ടുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കാണുന്നത്. ഉറക്കത്തിലൊരു വൈറ്റ് രൂപമുള്ള ഒരാൾ എൻ്റെ ശരീരത്തിലേക്ക് കയറുന്നതായി കണ്ടു. ഹല്ലേലൂയ. അത് ഉറക്കത്തിൽ ചിലർ ശരീരത്തിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണുക, ശരീരത്തിൽ കയറുന്നതായിട്ട് കാണുക. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. കയറി കഴിയുമ്പോഴുള്ള നമ്മുടെ അനുഭവം എന്താണ്, അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചേ മതിയാവും. ചില ഇഞ്ചക്ഷനുകൾ തരുന്നത് കാണുക, ആഹാരം കഴിക്കുന്നതായി കാണുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ പലതിൽ ഒളിഞ്ഞിരിക്കുന്നതായി കാണുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ പലതിൽ നിന്നും ഒളിഞ്ഞ് മാറിയിരിക്കുന്ന പോലെ സ്വപ്നം കാണുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വരുന്നത് നിങ്ങൾ പലതിൽ നിന്നും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ കോളിങ്ങിലേക്ക് വരാതെ നിങ്ങൾ മറഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ കാണുന്നത്, ഒളിഞ്ഞിരിക്കുന്ന പോലെ കാണുന്ന അനുഭവങ്ങൾ. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ദൈവത്തിൻ്റെ കോളിങ്ങിലേക്ക് വരാതെ നിങ്ങളെങ്ങാണ്ടൊക്കെ പോയി മാറിയിരിക്കുവാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആദം ഒളിച്ചതുപോലെ ദൈവത്തിൻ്റെ അടുക്കൽ വരാതെ പോയി ഒളിച്ച് നിൽക്കരുത്. ഹല്ലേലൂയ. ഇനി പിന്നെ നമ്മൾ ചിലതൊക്കെ പണമോ മറ്റെന്തെങ്കിലുമോ വിലപിടിപ്പുള്ളത് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. അങ്ങനെയൊക്കെ കാണുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വരുന്ന ബ്ലെസ്സിങ്ങിനെയൊക്കെയാണ് ദൈവം അത് കാണിക്കുന്നത്. എന്തോ ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓടിയതിനും അധ്വാനിച്ചതിനും ദൈവം പ്രതിഫലം തരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എപ്പോഴും താമസിക്കുന്നതായിട്ട് കാണുക. എല്ലാ കാര്യത്തിനും താമസിക്കുക. ഒരു കാര്യത്തിന് നമ്മൾ കൃത്യസമയത്ത് എത്തുന്നില്ല. അത് നമ്മുടെ റിയൽ ലൈഫിലായാലും നമ്മൾ 10 മണിക്ക് ഒരിടത്ത് എത്തണമെന്ന് വിചാരിച്ചാൽ നമുക്ക് 10 മണിക്ക് ഇറങ്ങാനേ പറ്റൂ, അവിടെ എത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അങ്ങനെയൊക്കെ സ്വപ്നത്തിലും കാണുന്നവരുണ്ട്, റിയൽ ലൈഫിലും ആ ഒരു പ്രശ്നമുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അതിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ല. എപ്പോഴും നമ്മളൊരു ഡിലേ ആ ഒരവസ്ഥയിലാണ് എന്ന് നമ്മളെ കാണിക്കുന്നതാണ് കർത്താവ്. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തേക്ക് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ലൈറ്റ് കാണുന്നത്, ഏത് ലൈറ്റ് കണ്ടാലും അത് നല്ലൊരു സിമ്പലാണ്. ലൈറ്റ് കാണുന്നത് നല്ല സിമ്പലാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യപ്രകാശം പോലെ ദൈവത്തിൻ്റെ മഹത്വം കാണുക, തേജസ് കാണുക, അതെല്ലാം നല്ലതാണ്. ഇരുട്ട് കാണുക, ഡാർക്ക്നെസ് കാണുകയാണെങ്കിൽ ഒരു ഡെലിവറൻസ് നമുക്ക് വേണം. തീർച്ചയായും അതൊരു ഈവിളായിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു.
ഇനി അടുത്ത ദിവസം മൗണ്ടൻസിനെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മലയിൽ കയറുന്ന പോലെ കാണുക, വഴിയിലെന്തോ ഇരിക്കുന്ന പോലെ കാണുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. ചില ഗെയിമുകൾ ജയിക്കുന്ന പോലെ കാണുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പട്ടി കടിക്കുന്നത് കാണുക, പട്ടിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. നിങ്ങളുടെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെച്ചേക്കുക. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അടുത്ത ക്ലാസ് കൂടെ കഴിഞ്ഞ ശേഷം നമുക്കത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. കാരണം ഒരു ക്ലാസ് കൊണ്ട് ഇത് തീരത്തില്ല, അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങളെ അതിന് സഹായിക്കട്ടെ. നമുക്കിപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കുറച്ച് കാര്യങ്ങൾ കൂടെയൊക്കെ പറയാനായിട്ടുണ്ട്. ചിലർ സ്റ്റെപ്പ് കയറുന്ന പോലെയൊക്കെ കാണും, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ചില മൃഗങ്ങൾ ഓടിക്കുന്ന പോലെ കാണുക, അതിൻ്റെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം കൂടിയൊക്കെ ആയാലേ നമുക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഇന്നിപ്പോൾ 9 മണിയിലേക്ക് അടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് എത്ര പേർക്ക് അനുഗ്രഹമായി തീർന്നു? എത്ര പേർക്ക് ഇന്നത്തെ ക്ലാസ് ബ്ലെസ്സിങ് ആയിരുന്നെന്ന് പറയുന്നു? ഹല്ലേലൂയ. നിങ്ങൾക്ക് കുറച്ച് കണ്ട നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അർത്ഥങ്ങളൊക്കെ മനസ്സിലായോ? മനസ്സിലായി? സ്തോത്രം. ഒത്തിരി പേര് കമൻറ്റിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സഹോദരങ്ങളെ. എല്ലാം കൂടി എനിക്കിപ്പോൾ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്, നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കരുത്. അടുത്ത ക്ലാസ് കൂടിയൊക്കെ കഴിയുമ്പോൾ കുറച്ച് ക്ലിയർ ആവും. പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞല്ലോ. അടുത്ത ക്ലാസ്സിൽ കൂടി കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനോട് നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവാണ് ഇതെല്ലാം വെളിപ്പെടുത്തി തരേണ്ടത്. നമ്മുടെ കയ്യിലൊന്നുമില്ല, അതാണ് കാര്യം. ദൈവമാണ് എല്ലാം നമുക്ക്. നിങ്ങൾ ആഗ്രഹിക്കുക, കർത്താവ് എന്നോട് സ്വപ്നങ്ങളിലൂടെ സംസാരിക്കണമേ. പിന്നെ ഈ അറ്റാക്കുകളുള്ളവർ ഒരു ഡെലിവറൻസിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഞാൻ ഇതിൽ പറഞ്ഞതിൽ നിന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയുള്ള ഒരു ഡെലിവറൻസിന് വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കത് വഴിയേ ചെയ്യാം. ഒരു ദിവസം ഒരു ഡെലിവറൻസ് ഞാൻ ഈ സൂം മീറ്റിങ്ങിലൂടെയും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഡെലിവറൻസ് ആവശ്യമുള്ളവരുണ്ട്. ഒരാത്മാവിൻ്റെ രക്ഷകർത്താവ് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരാൾക്കത് വേണമെങ്കിലും നമ്മൾ കൃത്യമായി അത് ചെയ്യും. കർത്താവ് അതിന് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരിക. ഇത്രയും സമയം ക്ഷമയോടെ വചനം കേട്ടുകൊണ്ടിരുന്ന, സ്വപ്നങ്ങളും വ്യാഖ്യാനങ്ങളെ പറ്റിയൊക്കെ കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളെ ഇവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങ് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത സത്യങ്ങൾക്കായി നന്ദി കർത്താവേ. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല കർത്താവേ. പരിശുദ്ധാത്മാവെ അങ്ങ് വെളിപ്പെടുത്തണം. അങ്ങാണ് ഞങ്ങളുടെ ടീച്ചർ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. പ്രിയമക്കളോട് ഇടപെടണം. ഇടപെട്ടുകൊണ്ടേയിരിക്കണം കർത്താവെ. ഇപ്പോൾ ഞങ്ങൾ ഈ സൂം മീറ്റിംഗ് നിർത്തുന്നെങ്കിലും പരിശുദ്ധാത്മാവ് അവരോട് കൂടെ തന്നെ ഉണ്ടല്ലോ. സ്വപ്നങ്ങളിലൂടെ അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചാട്ടെ കർത്താവെ. എന്തവരെ ചെയ്യണമെന്നും എന്തവരെ ചെയ്യിക്കണമെന്നും ഒക്കെ അങ്ങ് അറിയുന്നല്ലോ അപ്പാ. അവർക്ക് വേണ്ടി അതങ്ങ് ചെയ്തു കൊടുക്കണമേ. ഹല്ലേലൂയ. അവരെ പഠിപ്പിക്കണമേ. സ്വപ്നങ്ങളിലൂടെ ദൈവം അവരോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്പിരിച്വൽ എൻകൗണ്ടറുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളിലേക്ക് ഓരോ മക്കളെയും ഞാൻ ഏൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലെസ് ചെയ്യുന്നു. അവരുടെ കോളിങ്ങിലേക്ക് വരട്ടെ. ഒരു ബ്രേക്ക് ത്രൂ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ കർത്താവ്. എന്തെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളോടെയാണോ പ്രിയമക്കൾ ഇപ്പോൾ ഭാരപ്പെടുന്നത്, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കണം. ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയതൊക്കെ അവർക്ക് തിരികെ ലഭിക്കട്ടെ കർത്താവ്. സമയം പലരുടെ ജീവിതത്തിലും കർത്താവ് പറയുന്നു, സമയം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. കർത്താവ് എൻ്റെ ഇത്രയും സമയം പോയല്ലോ, ഇത്രയും വേസ്റ്റായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ദൈവം അതിനെ റീസ്റ്റോർ ചെയ്ത് തരാൻ പോകും. ഹല്ലേലൂയ. ജീവിതത്തിൽ നിന്നും പിശാച് അപഹരിച്ചു കൊണ്ടുപോയ സമയത്തെ ദൈവം മടക്കി തരാനായിട്ട് പോകും. ദൈവരാജ്യത്തിന് വേണ്ടി ഓടാനായിട്ട് നിങ്ങളെ ദൈവം വിളിക്കുക. ഹല്ലേലൂയ. അടുത്ത സ്പിരിച്വൽ എൻകൗണ്ടറുകൾ ഇന്നു മുതൽ നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഇന്നു മുതൽ നിങ്ങളുടെ കാണുന്ന സ്വപ്നങ്ങൾ എഴുതി വയ്ക്കുക. പുതിയ കാര്യങ്ങൾ കണ്ടുവന്ന് അടുത്ത ദിവസം പറയണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.